നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ തൃശൂരിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരളയുടെ ആവേശകരമായ രണ്ടാം സെമി ഫൈനൽ മത്സരം ആരംഭിക്കുന്നു. തൃശൂർ മാജിക് FC വേഴ്സസ് മലപ്പുറം FC. തൃശൂരിലെ ആവേശഭരിതമായ അന്തരീക്ഷത്തിൽ തൃശൂർ മാജിക് FC നേരിടുന്നു മലപ്പുറം FCയെ. The semi-final 2 of the Super League Kerala Season 2. All set for the big match. Semi-final 2. കരുത്തരായ ടീമുകൾ. തൃശൂർ മാജിക് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അതേസമയം തൃശൂരിലെ തൊട്ടു താഴെ മൂന്നാം സ്ഥാനത്താണ് മലപ്പുറം ഫിനിഷ് ചെയ്തത്. പോയിന്റ് പട്ടികയിലെ രണ്ടും മൂന്നും സ്ഥാനക്കാരായതുകൊണ്ടാണ് രണ്ടാം സെമി ഇവർ തമ്മിലായത്. ലോങ് റേഞ്ച് അറ്റംപ്റ്റ് ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. അഭിജിത്തിന്റെ ഭാഗത്തുനിന്ന് മലപ്പുറത്തിന്റെ ഭാഗത്തുനിന്നാണ് ആദ്യ അടി വരുന്നത്. ജേഴ്സി നമ്പർ 17 അഭിജിത്ത്. നല്ലൊരു മുന്നേറ്റം വീണ്ടും. സുന്ദരമായ ഒരു അവസരം തൃശൂരിന് മുന്നിലെത്താൻ മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ. പക്ഷേ ഒന്ന് പാളിപ്പോകുന്നു. നല്ലൊരു ക്രോസ് ആണ്. ഹക്കു, സെന്റർ ബാക്ക് ഹക്കു അത് ഹെഡ് ചെയ്ത് അകറ്റുകയാണ്. അവിടെ നിന്ന് സ്ലിപ്പായി വീഴുന്നു. നവീൻ കൃഷ്ണയായിരുന്നു ആ റണ്ണ്. ഡെസ്പറേറ്റ് റണ്ണായിരുന്നു. ഡിഫൻസ് അല്പം പാരലാണ്, സ്ക്വയർ ആയിരുന്നു. അത് മുതലെടുക്കുന്നു നവീൻ കൃഷ്ണ. പക്ഷെ സ്ലിപ്പ് അൺഫോർച്ചുനേറ്റ്ലി അൺലക്കി. അഭിജിത്തിന്റെ ക്രോസ് ആരാലും സ്പർശിക്കപ്പെടാതെ ഗോൾ പോസ്റ്റിന്റെ മുഖാമുഖം നോക്കി കടന്നു പോവുകയാണ്. ഫോർമേഷൻ 4-4-2 ആണ്. ആ 4-4-2-ല് ശരിക്കും പറഞ്ഞാൽ ഫസലുർ റഹ്മാനാണ് ആ പോസ്റ്റിലേക്ക് എത്തേണ്ടത്. നിതിൻ മധു വളരെയധികം ശ്രദ്ധിക്കണം. റോയ് കൃഷ്ണ, ഇതാണ് പറഞ്ഞത്. ഏതൊരു നിമിഷവും ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് പ്ലെയറെ കൊണ്ട് സാധിക്കാവുന്ന ഒരു കാര്യമാണ് അപ്രതീക്ഷിതമായ ഒരു വെടിപൊട്ടിക്കൽ. നവീൻ കൃഷ്ണ തൃശൂർ. നല്ലൊരു പാസ് ഫോർവേഡ് ബോൾ. ജിയാദ് ഇൻസൈഡ്. ഇവിടെയാണ് ഒരു ഫുൾ ബാക്ക് പന്തുമായി ഇൻസൈഡിൽ കടന്നാൽ മുഹമ്മദ് ജിയാദ്, ജേഴ്സി നമ്പർ 18, ഇടത്തുനിന്ന് വലത്തുകാലിലേക്ക് മാറ്റി. പക്ഷേ ഷോട്ട് എടുക്കുന്ന സമയത്ത് ജിയാദിന്റെ ബാലൻസ് പോയി എന്നുള്ളതാണ് സത്യം. ഡേഞ്ചർ തന്നെയായിരുന്നു. അൽഫോർസി പ്രതീക്ഷിച്ച പോലെ തന്റെ ഇടത് കാല് കൊണ്ട് കറക്കി പന്തിനെ സ്വിംഗ് ചെയ്യിച്ചു വിടുന്നു. ഗോൾ കീപ്പർ ഹെൽപ്ലെസ് ആണ്. പക്ഷേ ലക്കി ഫോർ തൃശൂർ അത് പോസ്റ്റിൽ ഇടിച്ച് വെളിയിലേക്ക് തെറിക്കുകയാണ്. ഇന്ന് അല്പം കൂടി മുന്നോട്ടേക്ക് പോയി കളിക്കാൻ താല്പര്യപ്പെടുന്ന തൃശൂർ. ലോങ് റേഞ്ച് ഫ്രണ്ട് ലൈനി. പക്ഷെ അതിന് മുൻപ് തന്നെ ആ പന്ത് സ്ക്വയർ പാസ് ചെയ്യുന്നതിന് മുമ്പ് കെവിനെ അവിടെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ലേറ്റ് ഗോൾ ആണെങ്കിൽ റഫറി ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫ്രീ കിക്ക് തൃശൂരിന് അനുകൂലമായി ലഭിക്കുകയാണ്. മാർക്കസ് ജോസഫ് വെളിച്ചം പൊങ്ങിയത് പരവശം കണ്ണൽ ഉറങ്ങാமல் തേടുന്നത് ഒരു മുഖം. തൃശൂരിന്റെ ആരാധകർ തേടിയത് ഈ ഒരു മുഖമാണ്. ആരുടെ മുഖം? മാർക്കസ് ജോസഫ്. ബോക്സിന്റെ ഉള്ളിലേക്ക് മികച്ചൊരു അവസരം മിസ് ചെയ്ത് കളയുന്നു ഫസ്ലു റഹ്മാൻ. ഫസ്ലു ഫിനിഷിംഗിൽ കുറച്ചുകൂടി ഒരു ആക്യുറേറ്റ് ആവേണ്ടിയിരിക്കുന്നു ഫസ്ലു റഹ്മാൻ. ഒരു സ്ലോ സ്റ്റാർട്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. ഫസ്ലൂടെ ആ ക്രോസ് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്പം കൂടി സ്പീഡിലേക്ക് ആ ബോളിലേക്ക് അപ്രോച്ച് വേണമായിരുന്നു. ഒരു ഫ്രീ കിക്ക് വരുന്നു നിർണായക സമയത്ത് 45-ാം മിനിറ്റിലെ. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഇറ്റ് ഈസ് വെരി ഡേഞ്ചർ ടു കൺസീഡ് ദാറ്റ് ഫ്രീ കിക്ക്. അത് നമ്മൾ പറഞ്ഞു. എൽഫോർസിയാണ് എടുക്കാൻ പോയത്. എൽഫോർസി ഓൾറെഡി ഒരു സാധനം തിരിച്ചുവിട്ട് പോസ്റ്റിലടിച്ച് പോയതാണ്. കാലിൽ എവിടെയോ ഗോൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എൽഫോർസിയുടെ. 2 മച്ച ടൈമായിരുന്നു സൂപ്പർ ലീഗ് കേരള സീസൺ 2 സെമി ഫൈനൽ 2 ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആവേശോജ്വലമായ ഒരു ഹാഫ് ടൈം സ്കോറാണ് നമുക്ക്. ഹാഫ് ടൈം ഇൻ ദ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം. It is Thrissur Magic FC 1 and Malappuram FC 1. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സെമി ഫൈനലിന്റെ രണ്ടാം പകുതി. അൽഫോർസി വലിയ നോൺ ടാർഗറ്റിലേക്ക് തന്നെ എൽഫോർസിയുടെ മറ്റൊരു ഷോട്ട്
ഗോൾ കീപ്പർ കമാലുദ്ദീൻ. മലപ്പുറത്തിന്റെ ഷോട്ടുകളെ പറ്റി എണ്ണവും നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മലപ്പുറത്തിന്റെ മുന്നേറ്റം ആൻഡ് ഫ്രീ കിക്ക്. റഫറി അശ്വിൻ വളരെ കൃത്യമായി തൊട്ടടുക്കുന്നത് വാച്ച് ചെയ്യുന്നുണ്ട്. റോയ് കൃഷ്ണയാണ് പന്തുമായി ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബോക്സിനകത്തേക്ക്. അൽഫോർസി ഓ what a planning and ഫസ്ലു ഓ ഇത്തവണ പ്ലാനിങ് നോക്കുക. ഒരു കർവിംഗ് എല്ലാവരെയും സർപ്രൈസ് ചെയ്യുന്നു. ആ റീബൗണ്ട് ശരിക്കും ഫസ്ലു ചാടി കയറി അടിക്കണം. രണ്ടാമത്തെ ശ്രമത്തിലാണ് അടിക്കാൻ പറ്റിയത്. പക്ഷെ അപ്പോഴേക്കും ഗോൾ കീപ്പർ ഐഡിയ വാസ് ഗുഡ്, പക്ഷേ അൺലക്ക് എന്ന് പറയാം. ഓഫ് സൈഡ് വിളിച്ചു. അതിന് മുന്നേ തന്നെ പന്ത് കണക്ട് ചെയ്തതിന് മുന്നേ തന്നെ അവിടെ കെവിന്റെ ക്രോസ്, ബിഗ് ഹെഡ്. ഓ കൺഫ്യൂഷൻ. വലിയൊരു ഹാൻഡ് ബോൾ അപ്പീൽ കാണാം അവിടെ. എൻറ്റയർ തൃശ്ശൂരിന്റെ ഗാലറി കൂട്ടം ഒന്നടങ്കമാകെ ആ ഹാൻഡ് ബോളിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിരാകരിക്കുന്നു റഫറി. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ റീപ്ലേ കാണാൻ. ഒന്ന് പിഴച്ചാൽ ഇവിടെ ഫൗൾ. നോ പ്ലേ ഓൺ ചാൻസ് ഫോർ തൃശ്ശൂർ. ഐത്തോറിന്റെ ഒരു എണ്ണം പറഞ്ഞ ക്രോസിൽ കെന്നഡിയുടെ വണ്ടർഫുൾ ഹെഡർ പക്ഷേ ക്രോസ് ബാറിൽ തട്ടി മൈതാനത്തേക്ക് തന്നെ തിരികെ തെറിക്കുന്ന നിർഭാഗ്യകരമായ കാഴ്ച. നിർഭാഗ്യകരം എന്ന് പറഞ്ഞ് നിർത്താൻ സാധിക്കില്ല. ഇനിയും അവസരമുണ്ട്, പക്ഷെ അത് കൃത്യമായി എത്തിക്കാൻ പറ്റുന്നില്ല. സോ വാട്ട് എ മിസ്. എങ്ങനെ അത് സംഭവിച്ചു? വിശുദ്ധമായ ഇടമാണ് കളം. കാവൽ അതിന്റെ സംരക്ഷണവും. സോ കളിക്കളം കാവൽ. The symbolic hunt to safeguard the sacred ground. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇത് ഹോം ടീമിന്റെ കളിക്കളം കാവൽ. It is Thrissur Magic 3, Malappuram FC 1 in the last minute of the injury time of the semi-final game. Thrissur Magic വിജയമുറപ്പിക്കുന്നു. Hat-trick for Marcus. കളിക്കളം കാവൽ. ഒരു ഗ്ലോറിയസ് ഹാട്രിക്കിലൂടെ മാർക്കസ് ജോസഫ് തൃശ്ശൂരിന്റെ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. സോ കണിമംഗലവും ചെമ്പുക്കാവും പനമുക്കും കാരമുക്കും ലാലൂരും ചൂരക്കോട്ടുകാവും അയ്യന്തോളും നെയ്തലക്കാവും വന്നു. പാറമേക്കാവും തിരുവമ്പാടിയും നിരുന്നു. സർവം നടത്തുന്ന വടക്കുംനാഥൻ ശക്തി തൃശ്ശൂർ മാജിക് എത്തി. ഇതാദ്യമായി സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിലേക്ക് തൃശ്ശൂർ മാജിക് into the final of the Super League Kerala Season 2 with a majestic semi-final win against Malappuram with 3-1. Full time here in the Corporation Stadium in the second semi-final. It is Thrissur Magic FC 3, Malappuram FC 1.